പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു മെയിൻ ടോപ്പിക്കാണ് പഠിച്ചത് അല്ലേ? വിഭജനം, പാർട്ടീഷൻ. അപ്പോൾ അതിൽ കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ, വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ. ഇപ്പോൾ വിഭജനം നമ്മൾ പഠിച്ചു, ഇന്ത്യ പാക് ഡിവിഷൻ, പാർട്ടീഷൻ. അപ്പോൾ അതിൽ പാർട്ടീഷൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് നമ്മൾ പറഞ്ഞു പാർട്ടീഷൻ ടൈമിൽ ഉണ്ടായ മേജർ ഇഷ്യൂസ് എന്തൊക്കെയാണ്. അപ്പോൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ളൊരു പാർട്ടീഷൻ അല്ല, ആണോ? അല്ല. അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പാർട്ടീഷൻ. അവിടെ എന്ത് ചെയ്തു? പ്രോപ്പർട്ടീസ് പാർട്ടീഷൻ ചെയ്യപ്പെട്ടു, കമ്മ്യൂണിറ്റീസ് പാർട്ടീഷൻ ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈ പാർട്ടീഷൻ്റെ മറ്റൊരു ഇഷ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടീഷനിലുണ്ടായ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് കമ്മ്യൂണൽ റൈറ്റ്സ്. കേട്ടിട്ടുണ്ടാവും, കമ്മ്യൂണൽ റൈറ്റ്സ്, വർഗീയ കലാപങ്ങൾ, വർഗീയ കലാപം, കമ്മ്യൂണൽ റൈറ്റ്സ്. ബൗണ്ടറിയിലുണ്ടായ ഒരു ഇഷ്യൂ കമ്മ്യൂണൽ റൈറ്റ്സ്, വർഗീയ കലാപങ്ങൾ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? പ്രോപ്പർട്ടീസ് പാർട്ടീഷൻ ചെയ്യപ്പെടുന്നു, അവരുടെ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് വസ്തുവകളെല്ലാം പാർട്ടീഷൻ ചെയ്യപ്പെടുന്നു. അവരുടെ എന്ത് ചെയ്തു? കമ്മ്യൂണിറ്റീസ്, സമുദായങ്ങൾ അല്ലേ, റിലീജിയസ് ആയിട്ടുള്ളൊരു പാർട്ടീഷൻ അപ്പോൾ ഇവിടെ ഉണ്ടായി. അതുപോലെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പല ടൈപ്പിൽ ഒരു പാർട്ടീഷനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു? അവരുടെ എന്ത് ചെയ്യുന്നു? വെൽത്ത് പാർട്ടീഷൻ ചെയ്യപ്പെട്ടു, അവർക്കുണ്ടായിരുന്ന ഈ എന്ത് ചെയ്യുന്നു? അപ്പോൾ എന്ത് ചെയ്യുന്നു? പാർട്ടീഷൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് അവിടെ പറയുന്നത് എന്താ? ദ പാർട്ടീഷൻ ഓഫ് ഹെർട്സ്, ഹൃദയങ്ങളുടെ വിഭജനം അല്ലേ? പാർട്ടീഷൻ ഓഫ് ഹെർട്സ്, പാർട്ടീഷൻ ഓഫ് ഹെർട്സ്, ഹാർട്ട് അല്ലേ? ഹൃദയങ്ങൾ പോലും വിഭജിക്കപ്പെട്ടു. അപ്പോൾ എത്ര എന്താ ഒരു ഹാർഡായ ഒരു ഇഷ്യൂ ആണ് ആ ഒരു ടൈമിൽ ഇന്ത്യ ബേസ് ചെയ്തത് എന്നതാണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് അവിടെ എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്രമാത്രം ഇഷ്യൂസാണ് ആ ഒരു ടൈം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്തത്. കാരണം എന്താ? ഹിന്ദുസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷണൽ ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുന്നു. മുസ്ലിം പീപ്പിളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? മുസ്ലിം ലീഗ് അല്ലേ? മുസ്ലിം ലീഗ് 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്. മുസ്ലിം ലീഗ് അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി. ആ കമ്മ്യൂണൽ ഇഷ്യൂസാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണൽ റൈറ്റ്സ്, വർഗീയ കലാപം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമുക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നത്. കാരണം നമ്മുടെ എന്ത് ചെയ്യുന്നു? ഫാദർ ഓഫ് അവർ നേഷൻ എന്ന് കൺസിഡർ ചെയ്യുന്ന നമ്മൾ മഹാത്മാഗാന്ധി, അദ്ദേഹം നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ടൈമിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഈ കമ്മ്യൂണൽ റൈറ്റ്സ് കിടന്ന ഓരോ പ്രോവിൻസസ്, പ്രിൻസിലി സ്റ്റേറ്റ്സ് ആയിട്ട് അവിടേക്ക് എന്ത് ചെയ്യുന്നു? സന്ദർശിച്ചുകൊണ്ട് അവിടത്തുള്ള ഇഷ്യൂസൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അവിടെയുള്ള പ്രോബ്ലം, കാരണം ഏറ്റവും മേജറായിട്ട് കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായ ഒരു ഏരിയ എന്ന് പറയുന്നത് നവഖാലിയാണ്. നവഖാലി എന്ന് പറയുന്നൊരു ഏരിയ, അവിടെ ഓരോ വീടാന്തരം ഇറങ്ങി അദ്ദേഹം അവിടുത്തെ സാധാരണക്കാരെ സമാധാനിപ്പിക്കുകയാണ്, ഓരോ വീടുകളും സന്ദർശിക്കുകയാണ്. അങ്ങനെ ഒരുപാട് എന്താ മേജറായിട്ടുള്ള ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നു? ഈ ഇൻഡിപെൻഡൻറ്റ് ടൈമിൽ, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, ആ ടൈമിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ചലഞ്ചസിനെ 1 by 1 ആയിട്ട് നമ്മൾ ഓവർകം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു ചലഞ്ച് നമ്മൾ പഠിച്ചു അല്ലേ? കണ്ട, കമ്മ്യൂണൽ റൈറ്റ്സ് ഒരു പ്രോബ്ലം ആയിരുന്നു. ആ കമ്മ്യൂണൽ റൈറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ എന്ത് ചെയ്യുന്നു? ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഇഷ്യൂ, കാരണം കമ്മ്യൂണൽ റൈറ്റ്സ് പോലെ അല്ലെങ്കിൽ ഈ പാർട്ടീഷൻ പോലെ തന്നെ മറ്റൊരു ഇഷ്യൂ ആയിരുന്നു എന്ത് ചെയ്ത? ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. കേട്ടിട്ടുണ്ടാവും, ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, അതായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് കേട്ടിട്ടുണ്ടാവും. ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഒരു ഫേസ് ചെയ്ത മറ്റൊരു പ്രോബ്ലമാണ്. കാരണം എന്താ? 565 പ്രിൻസിലി സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിങ് ബ്രിട്ടീഷ് ഇന്ത്യ അല്ലേ? 565 പ്രിൻസിലി സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു.
ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും കൂടി എല്ലാം കൂടി മെർജ് ചെയ്ത സ്ട്രോങ് ആയിട്ടൊരു ഇന്ത്യൻ യൂണിയൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചലഞ്ചസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് എന്താ, ഒരു യൂണിറ്റിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഒരു സ്ട്രോങ് യൂണിറ്റി. അപ്പോൾ ആ യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു യൂണിറ്റി വേണം. ആ ജിയോഗ്രഫിക്കൽ യൂണിറ്റിയുടെ ബേസ് എന്നുള്ള ഒരു കൺസിഡറേഷൻ, പരിഗണനയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ 600 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ മെർജ് ചെയ്ത് ഇന്ത്യൻ യൂണിയനാക്കി മാറ്റുക. നമുക്കറിയാം കേരളം ഒരു സ്റ്റേറ്റ് അല്ലായിരുന്നു ഒന്ന്. കേരള എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ട്രാവൻകൂർ, കൊച്ചി, മലബാർ, 3 പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതാണ് മെർജ് ചെയ്ത് കേരള സ്റ്റേറ്റ് ആക്കിയത്. അതുപോലെ ഓൾ ഓവർ ഇന്ത്യ ഇൻക്ലൂഡഡ് 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഇന്ത്യ മുഴുവൻ 565 നാട്ടുരാജ്യങ്ങൾ. ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനും ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, ഭരണാധികാരികളുണ്ട്. അവിടെ എന്താ, നാട്ടുരാജാക്കന്മാരാ. അവരാണ് അവിടുത്തെ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷനും കൺട്രോൾ ചെയ്യുന്നത്. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ആ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രിൻസ്ലി സ്റ്റേറ്റിനെ മെർജ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉള്ളൂ. അപ്പോൾ ഈ 1947 ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, സ്വതന്ത്ര നിയമം അനുസരിച്ച് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് സെപ്പറേറ്റ് റൈറ്റുകളൊക്കെ നമ്മുടെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, അതിനുശേഷം മൗണ്ട് ബാറ്റൻ പ്ലാൻ വന്നു. ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെയും മൗണ്ട് ബാറ്റൻ പ്ലാനിൻ്റെയും റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 1947 എന്ത് ചെയ്യുന്നു, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ 500 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ മെർജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. മനസ്സിലാകുന്നുണ്ടോ? കാരണം കഴിഞ്ഞ 2 ക്ലാസ്സിൽ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കം പഠിച്ചു, ആരും ഡൗട്ടൊന്നും ചോദിച്ചില്ല. അപ്പോൾ എല്ലാം മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് വളരെ സ്ലോലി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കി തന്നെ പോകുക. എന്നാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. അപ്പോൾ ഓർമ്മിക്കുക, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ അതാണ്. എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്, ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്തത്, ആ ചലഞ്ചസ് നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത്. കാരണം ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്, ഇപ്പോൾ ഇന്ത്യ പാക് ഡിവിഷൻ നടന്ന സമയത്ത് നമ്മുടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്, കാരണം അവിടെ ഒരു ഇൻറ്റീരിയം ഗവൺമെൻറ് ഉണ്ട്. 1946 തന്നെ ഒരു ഇൻറ്റീരിയം ഗവൺമെൻറ് ഇവിടെ ഫോം ചെയ്തു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കൺട്രോളിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഒരു ഇൻറ്റീരിയം ഗവൺമെൻറ് ഫോം ചെയ്തു. അപ്പോൾ ആ ഇൻറ്റീരിയം ഗവൺമെൻറ്റാണ്, ഇടക്കാല ഗവൺമെൻറ്റാണ് ഈ പ്രോസസ്സില്ല. കാരണം പൂർണ്ണമായി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യണം, ഓവർകം ചെയ്ത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള യൂണിറ്റി, ഒരു സ്ട്രോങ് ഇന്ത്യൻ യൂണിയൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടിയുള്ള പ്രോഗ്രാംസും പോളിസീസുമാണ് എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ആണ് ആ ടൈമിലുണ്ടായിരുന്ന എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്, അതായത് ഇൻറ്റീരിയം ഗവൺമെൻറ് ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് കൊടുത്തിരുന്ന ഒരു പവർ എന്ന് പറയുന്നത് എന്താ, ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പവറാണ് കൊടുത്തത്. അവർക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ടെറിട്ടറി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റേറ്റിനെ മാറ്റാം. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ, കാരണം അവിടെ നമ്മൾ ആലോചിക്കണം, അവിടുത്തെ പീപ്പിൾസിനെല്ലാം ആ റൈറ്റ്. ഒരു കാര്യം ഓർമ്മിക്കുക, ഈ നമ്മുടെ നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുമ്പോൾ, നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്രമായ അധികാരം കൊടുക്കുമ്പോൾ ആ അധികാരം കിട്ടിയിരുന്നത് അവിടുത്തെ ജനങ്ങൾക്കല്ല, മറിച്ച് എന്താ, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് മാത്രമാണ്. അപ്പോൾ ആലോചിക്കുക, ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിനാണ് റൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ രാജാക്കന്മാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. കാരണം എന്താ, ഈ സ്മാളസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആയിട്ട്, സ്മാളസ്റ്റ് ടെറിട്ടറി ആയിട്ട്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ട് ഇന്ത്യൻ യൂണിയൻ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്യപ്പെടും. കാരണം എന്താ, ഇന്ത്യക്കകത്ത് തന്നെ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഉണ്ടാവും. ഒരു പ്രോബ്ലം അല്ലേ ആ പ്രോബ്ലം, അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിരുന്നു.
കാരണം പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ മർജിങ്ങിൽ ഗവൺമെൻറ്റിനുണ്ടായ അപ്രോച്ച് എന്തായിരുന്നു? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയും. എന്തായിരുന്നു അന്ന് ഗവൺമെൻറ് എടുത്ത ഡിസിഷൻ? കാരണം ഗവൺമെൻറ് പ്രൈമർലി ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താ? ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ എല്ലാം കൂടി മർജ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ഒരു ഇന്ത്യൻ യൂണിയനാക്കി മാറ്റുക. കാരണം ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് പ്രോബ്ലംസ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വളരെ എന്ത് ചെയ്യുന്നു, ക്ലിയർ ആയിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡിസിഷനിലൂടെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച്. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് ഗവൺമെൻറ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ ഗവൺമെൻറ് എടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് വളരെ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് ആയിട്ടുള്ളൊരു എയിം, ഒരു ലക്ഷ്യമുണ്ട്. കാരണം അന്ന് ഈ പ്രോസസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് കൊടുത്തതാർക്ക്? അന്ന് നമുക്കറിയാം ഇന്ത്യയുടെ അന്ന് ഒരു വൈസ് പ്രൈം മിനിസ്റ്റർ ഉണ്ട് ഇന്ത്യക്ക്. കാരണം ഈ സെലക്റ്റഡ് ഗവൺമെൻറ്റിന് മുമ്പ് തന്നെ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ്റിൽ ഇന്ത്യക്കൊരു വൈസ് പ്രൈം മിനിസ്റ്റർ, ഉപപ്രധാനമന്ത്രി ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ അടുത്ത പൊസിഷൻ കൊടുത്തിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലേ, എന്താ അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുന്നത് എന്താ? ദി അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ. സർദാർ പട്ടേലിനെ ദി അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് കൺസിഡർ ചെയ്യുന്നത് തന്നെ ഈ ഒരൊറ്റ ഡിസിഷനിലൂടെയാണ്. ഏതാ? ഈ നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റിനെ മർജ് ചെയ്യുക എന്ന ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര്, ഒരു സർനെയിം ആർക്ക് കിട്ടിയത്? സർദാർ വല്ലഭായ് പട്ടേലിന് കിട്ടിയത്, ദി അയൺ മാൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ മർജ് ചെയ്യുക എന്ന് പറയുന്ന ആ പ്രോസസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ക്യാബിനറ്റ് സെൻട്രൽ ക്യാബിനറ്റ് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തത് ആർക്കാണ്? സർദാർ പട്ടേൽ. അദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് VP മേനോൻ എന്നാണ്. VP മേനോൻ മലയാളിയാണ്, നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്. ഈ മലയാളിയായ VP മേനോൻ അദ്ദേഹമാണ് ഈ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ്റിനെ, അല്ലെങ്കിൽ പട്ടേലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. 1 by 1 ആയി ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെയും അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് ഡിസ്കഷൻ നടത്തി. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു, മിലിറ്ററി ആയിട്ടുള്ള ഓപ്പറേഷൻസ് അവിടെ ആഡ് ചെയ്യപ്പെട്ടു. പിന്നെ ഒരുപാട്, കാരണം കണ്ടീഷൻസ് ഒരുപാട് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചു. ഗവൺമെൻറ്റിൻ്റെ കണ്ടീഷൻസൊക്കെ ഡിഫറൻ്റ് ആയിരുന്നു. ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും മെർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഇപ്പോൾ ഒരു രാജ്യം, ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ കാശ്മീർ അല്ലേ, കാരണം 1947 തുടങ്ങിയ ഇഷ്യൂ ആണ് കാശ്മീർ പ്രോബ്ലം. ഇന്ന് ഈ 2020 എന്ന് പറയുന്ന ടൈം എത്തുന്ന സമയത്ത് കാശ്മീർ എന്ന് പറയുന്നത് വളരെ സമാധാനപരമായ ഒരു സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. കാരണം അത് ഓരോ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പോളിസിയെ ബേസ് ചെയ്തായിരിക്കും ഒരു സ്റ്റേറ്റിൻ്റെ എന്ത് ചെയ്യുന്നു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ പീപ്പിൾസിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ മർജ് ചെയ്ത സമയത്ത് ആ പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആർക്കൊക്കെ ആയിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിനും VP മേനോനുമാണ് ആ പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി. അവരുടെ കൺട്രോളിലാണ് ആ ഇഷ്യൂസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അവിടെ എന്താ, ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്തു. ഓർമ്മിക്കുക, ഈ പ്രിൻസ്ലി സ്റ്റേറ്റിനെ മർജ് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ക്യാബിനറ്റ് ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, മറക്കണ്ട, ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്തു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു സർദാർ പട്ടേൽ. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു നമ്മുടെ ഈ പറഞ്ഞ VP മേനോൻ. ഇവർ രണ്ടുപേരുടെയും ലീഡർഷിപ്പിലാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് പ്രോസസ്സ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ മർജ് ചെയ്യുക എന്ന് പറയുന്നത്, ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരുടെയൊക്കെ കൺട്രോളിലാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും VP മേനോൻ്റെയും കൺട്രോളിലാണ്. അപ്പോൾ അന്ന്, കാരണം നമുക്കറിയാം സർദാർ പട്ടേൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്ററാണ്. വളരെ സ്റ്റേബിളായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ കൂടിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ.
കാരണം നാട്ടുരാജ്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ഈ രണ്ട് ലീഡർഷിപ്പും ഉണ്ട്. കാരണം അന്ന് നമുക്ക് തന്നെ അറിയാം, ഒറീസ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ആ ഒറീസ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 26 സ്മാൾ ടെറിട്ടറീസ് ഇൻക്ലൂഡഡ് ഇൻ ഒറീസ. ഇന്ന് നമ്മുടെ കേരളം എന്ന് പറയുന്നത് 3 പ്രിൻസിലി സ്റ്റേറ്റ്സാണ്. അതുപോലെ ഒറീസ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 26 സ്മാളസ്റ്റ് ആയിട്ടുള്ള പ്രോവിൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 26 സ്മാളസ്റ്റ് ആയിട്ടുള്ള പ്രോവിൻസസിൽ 26 അഡ്മിനിസ്ട്രേറ്റേഴ്സും കാണും. ഇവരെയൊക്കെ പോയി പറഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യണം, നമ്മുടെ യൂണിയനിലേക്ക് മെർജ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ 14 ലാർജ് ടെറിട്ടറീസ്, 14 വൻ രാജ്യങ്ങൾ. അതുപോലെ 119 സ്മാളസ്റ്റ് പ്രൊവിൻസസ്. ഇങ്ങനെ പല 119 സ്മാളസ്റ്റ് പ്രൊവിൻസസ്, 119 ചെറിയ രാജ്യങ്ങൾ, 14 ബിഗ് ടെറിട്ടറീസ്, 14 വലിയ രാജ്യങ്ങൾ. ഇങ്ങനെ സ്മാളസ്റ്റും ബിഗ്ഗസ്റ്റുമായിട്ടുള്ള ലാർജും സ്മാളുമായിട്ടുള്ള ടെറിട്ടറീസിൻ്റെ ഒരു ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ ഈ പ്രിൻസിലി സ്റ്റേറ്റ്സിനെ എല്ലാം കൂടി മെർജ് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇന്ന് കാണുന്ന നമ്മുടെ ഈ സ്ട്രോങ് ഇന്ത്യൻ യൂണിയനാക്കി മാറ്റേണ്ടത്. അപ്പോൾ അന്ന് ഗവൺമെൻറ്റിന് ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച്? നമ്പർ 1, the people of most principalities wanted to join to Indian Union. അതായത് the people of most പ്രിൻസിപ്പാലിറ്റീസ്, അതായത് ഈ പ്രിൻസിപ്പാലിറ്റീസിലെ മുഴുവൻ ജനങ്ങൾക്കും wanted to join the Indian Union. എവിടെയാ? ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ചാണ് അവിടെ പറയുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് അവിടുത്തെ എന്താ, ആ പീപ്പിൾസിൻ്റെ മൈൻഡാണ് ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ചായിട്ട് അവിടെ ഡെവലപ്പ് ചെയ്തത്. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ കോർണർ സ്റ്റോൺ. നമുക്കറിയാം അല്ലേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾ അടുത്ത ചാപ്റ്റർ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. അപ്പോൾ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഫിനോമിന, രാഷ്ട്രീയ പ്രതിഭാസം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യൻ ബേസ്ഡായിട്ട് ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ ഓരോ ഏരിയയുടെയും പീപ്പിൾസിൻ്റെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു റിപ്പോർട്ട് അവർക്കുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് സെഷനാണ് ഈ ഡിസിഷൻ എല്ലാം എടുക്കുന്നത്. അപ്പോൾ ആലോചിക്കുക, ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ചിൽ ഒന്നാമത്തെ അപ്രോച്ച് എന്തായിരുന്നു? പീപ്പിൾ ഓഫ് മോസ്റ്റ് പ്രിൻസിപ്പാലിറ്റീസ് വാണ്ടഡ് ടു ജോയിൻ ദി ഇന്ത്യൻ യൂണിയൻ. അതായത് ഈ നാട്ടുരാജ്യങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും എന്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചിരുന്നു? ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചിരുന്നു. രണ്ടാമത്തെ അപ്രോച്ച്, ദ ഗവൺമെൻറ് വാസ് വില്ലിംഗ് ടു ഗീവ് സെൽഫ് ഗവൺമെൻറ് ടു സം പ്ലേസസ്. രണ്ടാമത് ഗവൺമെൻറ് കൊടുത്ത ഒരു കാര്യം എന്താ? ദ ഗവൺമെൻറ് വാസ് വില്ലിംഗ് ടു ഗീവ്. ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായിരുന്നു. എന്ത്? സെൽഫ് ഗവൺമെൻറ് ഇൻ സം പ്ലേസസ്. ചില സംസ്ഥാനങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ സെൽഫ് ഗവൺമെൻറ്, സ്വയം ഭരണാധികാരം നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ ആലോചിക്കുക, പീപ്പിൾ മോസ്റ്റ് പ്രിൻസിപ്പാലിറ്റീസും ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചത് എവിടെയാ? ഇന്ത്യൻ യൂണിയനിലാണ്. സെക്കൻഡ്, ഗവൺമെൻറ് കൊടുത്ത മറ്റൊരു അപ്രോച്ച് എന്തായിരുന്നു? ഈ ചില സം പ്ലേസസിന് സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ എല്ലാ പ്രോവിൻസസിൻ്റെയും സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല പ്രോവിൻസസിലും പല സിറ്റുവേഷനാണ്. ഇപ്പോൾ നമ്മുടെ ട്രാവൻകൂർ പോലെ ആയിരിക്കില്ല കാശ്മീർ പോലെ ആയിരിക്കില്ല ഹൈദരാബാദ്. ലാർജസ്റ്റ് പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഹൈദരാബാദ്. സ്മാളസ്റ്റ് എന്ന് പറയുന്നത് ബിൽസാരിയാണ്, മറക്കണ്ട. ദ ലാർജസ്റ്റ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ഹൈദരാബാദ്. സ്മാളസ്റ്റ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ബിൽസാരി. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രിൻസിലി സ്റ്റേറ്റ്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 119 സ്മാളസ്റ്റ് സ്റ്റേറ്റ്സ്. അത്രയ്ക്കുണ്ടായിരുന്നു സ്റ്റേറ്റുകൾ. 565 പ്രിൻസിലി സ്റ്റേറ്റ്സ് ആണുള്ളത്. ഇതിൻ്റെ സ്ട്രക്ചർ ഡിഫറൻറ്റാ.
അവിടുത്തെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് ഡിഫറൻറ്റാണ്, അവിടെ ടെറിറ്റോറിക്കലായിട്ടുള്ള സിറ്റുവേഷൻ ഡിഫറൻറ്റാണ്. അങ്ങനെ എല്ലാം ഡിഫറൻസാണ്. നമുക്ക് തന്നെ അറിയാം ഇന്ത്യൻ സൊസൈറ്റിയുടെ നേച്ചർ എന്താ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ആ ഡൈവേഴ്സിറ്റീസിനെ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ അപ്രോച്ച് എന്തായിരുന്നു? ദ ഗവൺമെൻറ് വാസ് വില്ലിംഗ് ടു ഗീവ് സെൽഫ് ഗവൺമെൻറ് ഇൻ സം പ്ലേസസ്. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില നാട്ടുരാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വയംഭരണം നൽകുവാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. മൂന്നാമത്, ദ ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു ദി യൂണിറ്റി ആൻഡ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ദി കൺട്രി. കാരണം പ്രത്യേകിച്ച് അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ, രാജ്യത്തിൻ്റെ ഐക്യം, ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു യൂണിറ്റി നമുക്ക് കീപ്പ് ചെയ്യണം, അല്ലേ? മെയിനായിട്ടുള്ള കാര്യം അതാ. നമുക്ക് വേണ്ടത് എന്താ, ഒരു യൂണിറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ എന്താ ഒരു ഐക്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ജിയോഗ്രഫിക്കലായൊരു ഒരു യൂണിറ്റി വേണം, അതാണ് ഏറ്റവും പ്രധാനം. എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് അതാ. നമുക്ക് എന്താ വേണ്ടത്, യൂണിറ്റി വേണം. യൂണിറ്റിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഇൻഡിവിസിബിലിറ്റി അല്ലേ, ജിയോഗ്രഫിക്കലായുള്ള യൂണിറ്റിക്ക് പ്രാധാന്യം, അത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു മേജർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ മറക്കണ്ട, ഈ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ആര്, സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം ഫസ്റ്റ് വൈസ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു. ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു BP മേനോൻ. അപ്പോൾ സർദാർ പട്ടേലിൻ്റെയും BP മേനോൻ്റെയും അവരുടെ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ഇൻക്ലൂഡിങ് 565 പ്രിൻസിലി സ്റ്റേറ്റ്സ്, 565 നാട്ടുരാജ്യങ്ങളാണ് ബ്രിട്ടീഷ്, അതായത് സ്മാളസ്റ്റും ബിഗ്ഗസ്റ്റുമായിട്ടുള്ള പ്രിൻസിലി സ്റ്റേറ്റ്സ്. ഈ പ്രിൻസിലി സ്റ്റേറ്റ്സിന് ഓരോ പ്രിൻസിലി സ്റ്റേറ്റിനും സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻസ് കേട്ടിട്ടുണ്ടാവും, നയതന്ത്രപരമായ എന്ത് ചെയ്യുന്നു ബന്ധങ്ങൾ ഉപയോഗിച്ച്, ഡിസ്കഷൻസ് ഉപയോഗിച്ച്, മിലിറ്ററി ആയിട്ടുള്ള ഓപ്പറേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ്, ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രിൻസിലി സ്റ്റേറ്റ്സിനെ മെർജ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. ആ പ്രോസസ്സിലേക്ക് കിടക്കുന്നതോ ഗവൺമെൻറ്റിന് അപ്രോച്ചസ് ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ 3 അപ്രോച്ചസ് എന്തൊക്കെയായിരുന്നു? ഗവൺമെൻറ് അപ്രോച്ചസ്, നമ്പർ 1, the people of most principalities wanted to join the Indian Union. അതായത് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതായിരുന്നു. നാട്ടുരാജ്യങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചു. ഗവൺമെൻറ് സമീപനമാണ്. രണ്ടാമത്തെ കാര്യം, ദ ഗവൺമെൻറ് വാസ് വില്ലിംഗ് ടു ഗീവ് സെൽഫ് ഗവൺമെൻറ് ഇൻ സം പ്ലേസസ്. ദ ഗവൺമെൻറ് വാസ് വില്ലിംഗ് ടു ഗീവ് സെൽഫ് ഗവൺമെൻറ് ഇൻ സം പ്ലേസസ്. അതായത് ചില നാട്ടുരാജ്യങ്ങൾക്ക് സ്വയംഭരണം നൽകുവാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. മൂന്നാമത്തെ അപ്രോച്ച് എന്താ, ദ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു ദി യൂണിറ്റി ആൻഡ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ ഭൂപരമായ ഐക്യം അല്ലേ, അഖണ്ഡത, അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ഈ 3 കാര്യങ്ങളാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. കാരണം 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ഡേറ്റിന് മുമ്പ് തന്നെ ഈ ഇൻ്റഗ്രേഷണൽ പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതൊരു എയിമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ വിഭജന കരാർ അല്ലെ ലയന കരാർ നമ്മൾ ലയന കരാർ നമ്മൾ തയ്യാറാക്കുന്നത്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ, ലയന കരാർ, ഈ പ്രിൻസിലി സ്റ്റേറ്റ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തുണ്ടാക്കിയത്, ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ, ലയന കരാർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും BP മേനോൻ്റെയും ലോർഡ് മൗണ്ട് ബാറ്റൻ്റെയും കൺട്രോളിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പ്രിൻസിലി സ്റ്റേറ്റ്സിനെ മെർജ് ചെയ്യാനുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, ഏകദേശം 90% സക്സസ് ആയിരുന്നു. ചില പ്രിൻസിലി സ്റ്റേറ്റ്സിൻ്റെ പേരിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ജമ്മു കാശ്മീർ, ഹൈദരാബാദ്, ജുനാഗഡ്, ഇങ്ങനെയുള്ള പ്രിൻസിലി സ്റ്റേറ്റ്സിൽ എന്ത് ചെയ്യുന്നു, ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് ആയിരുന്നു അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ചില ചലഞ്ചസ് നമുക്ക് അവിടെ ഉണ്ടാക്കിയത്. ആ ചലഞ്ചസ് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറക്കണ്ട. ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ചസ് എന്താണെന്നും അതിലുണ്ടായ എന്ത് ചെയ്യുന്നു ഇഷ്യൂസൊക്കെ
തൽക്കാലം ഇത്രയും നിങ്ങൾ ഓർമ്മിക്കുക, ബാക്കിയും കൂടെ പറയാം.